കോൺഗ്രസിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ കോൺഗ്രസിൽ ഈ ഗ്രൂപ്പ് പോര് ഇല്ലാതായി എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? കാരണം പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ഈ പാർട്ടി ഒറ്റക്കെട്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടികളിൽ അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായങ്ങളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പൂർണ്ണമായും ഇപ്പോൾ അങ്ങ് പ്രതിപക്ഷ നേതാവിൻ്റെയും KPC അധ്യക്ഷൻ്റെയും പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഉപദേശിക്കാൻ ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു ടീം കോൺഗ്രസ്സിനുണ്ട്. ഇതിനെല്ലാം വരിയായി പാർട്ടിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ ഇന്ന് ശ്രീമാൻ AK ആൻ്റണിയുണ്ട്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനാണ് സംഘടനാ ചുമതല. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സേവനം കിട്ടാറുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇടപെടാറില്ല, എങ്കിലും അദ്ദേഹത്തിന് ഇടപെടേണ്ട ഘട്ടം വന്നാൽ ഞങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇടപെടാറുണ്ട്. അപ്പോൾ നല്ലൊരു ടീമായിട്ടാണ് കേരളത്തിൽ ഇന്ന് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. താങ്കൾ ഉൾപ്പെട്ട ചെന്നിത്തല സുധാകരൻ ടീമിനെ VD സതീശൻ ടീം ഒതുക്കിയെന്നുള്ളൊരു തോന്നുന്നു? അങ്ങനെയല്ല, ആരും ഒതുക്കുന്നൊന്നുമല്ല. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ പാർലമെൻ്ററി പാർട്ടി നേതാവിനും KPC പ്രസിഡൻറ്റിനും ഒരു ഈക്വൽ സ്റ്റാറ്റസ് പാർട്ടി എല്ലാ സന്ദർഭങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അത് കരുണാകരൻ AK ആൻ്റണി ഉണ്ടായിരുന്ന സമവാക്യം, ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല സമവാക്യം, ഇപ്പോൾ ശ്രീ VD സതീശനും സണ്ണി ജോസഫുമായിട്ടുള്ള ഒരു സമവാക്യം. അത് എല്ലാ കാലത്തും പാർട്ടികളിലാണ്, അല്ലാതെ ഇതൊന്നും ആരും ഒതുക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല.